ലോകത്ത് നിന്ന് സംഭവിക്കുന്ന ഓരോ ചലനങ്ങളും അത് പശ്ചിമേഷ്യയിലെ മിസൈൽ ആക്രമണങ്ങളായിക്കോട്ടെ, അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളായിക്കോട്ടെ, അതോ അതിർത്തിക്കപ്പുറം POKയിൽ പടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളാകട്ടെ, ഇവയെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഒരിടത്തുണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെയും അതുപോലെ അടുക്കള ബജറ്റിനെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഡോളറിന്റെ കുത്തക തകർക്കാൻ ഇന്ത്യയും ജപ്പാനും കൈകോർക്കുന്നതും. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്ലോബൽ ഷോക്കുകളെയും യുദ്ധങ്ങളെയും പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വന്തമായിട്ട് ഓയിലും AI ചിപ്പുകളും ഭൂമിയുടെ അടിയിൽ സംഭരിച്ചു വെക്കുന്ന വമ്പൻ സ്ട്രാറ്റജിക് റിസർവുകൾ ഒരുക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയവും സാമ്പത്തിക വ്യവസ്ഥയും മാറി മറിയുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വെൽക്കം ടു ലോക. പശ്ചിമേഷ്യയിൽ മിസൈലുകൾ പായുമ്പോൾ, ബോംബുകൾ പൊട്ടുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് അത് അവിടെയല്ലേ, നമുക്ക് എന്താ എന്നാണ്. എന്നാൽ കേട്ടോളൂ, ഗ്ലോബലൈസേഷന്റെ ഈ കാലത്ത് ലോകം ഒരു വലിയ സ്പൈഡർ വെബ്, അതായത് ചിലന്തി വല പോലെയാണ്. ഈ ചിലന്തി വലയുടെ ഒരു കോണിൽ ഉണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും മറുതലക്കിലിരിക്കുന്ന രാജ്യങ്ങളുടെ നട്ടലൊടിക്കും. പശ്ചിമേഷ്യയിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ പങ്കാളിത്തത്തോടെ യുദ്ധം മുറുകുമ്പോൾ അത് വെറും രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി തർക്കമല്ല, നമ്മുടെയൊക്കെ അടുക്കളയിലെ ബജറ്റിനെ വരെ ലോക്ക് ചെയ്യാൻ പോകുന്ന ഒരു വമ്പൻ ഇക്കണോമിക് ചെയിൻ റിയാക്ഷന്റെ തുടക്കമാണ്. ഭൂപടത്തിലേക്കൊന്ന് നോക്കൂ. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്, ബാബ് എൽ മന്ദബ് ലോകത്തിന്റെ എനർജി വിതരണത്തിന്റെ മെയിൻ സ്വിച്ചുകൾ ഇരിക്കുന്ന റൂട്ടുകളാണിത്. ഇവിടെ ഒരു തടസ്സമുണ്ടായാൽ കളി മാറും. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വികസ്വര രാജ്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ നാട്ടിൽ വിലക്കയറ്റം തടയാൻ ഗവൺമെന്റുകൾ സബ്സിഡീസും അതുപോലെ ടാക്സ് ഡിസ്കൗണ്ടുകളും കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം തോന്നും, പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ട്രാപ്പ് ഉണ്ട്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവയ്ക്കായിട്ട് മാറ്റിവെക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഈ രാജ്യങ്ങൾ വെറും ഫ്യൂവൽ സബ്സിഡിക്കായിട്ട് മാത്രം ഖജനാവിൽ നിന്ന് ഒഴുക്കുന്നത്. ഫലം എന്താണ്? ലോങ് ടേം ഇക്കണോമിക് ഗ്രോത്ത് പാടെ തീർന്നു. രാജ്യം കടുത്ത കടക്കണിയിലാകും. ഈ ആഗോള പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ അടി കിട്ടിയ ഒരു രാജ്യം ഏതാണ് എന്നറിയാമോ? ഈജിപ്റ്റ് ആണ്. യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും പുതിയ യുദ്ധ സാഹചര്യങ്ങളും കാരണം പ്രമുഖ ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനികൾ റെഡ് സീ റൂട്ട് പൂർണ്ണമായും ഉപേക്ഷിച്ചു. പകരം അവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ട്രാവൽ ടൈമും കപ്പൽ കൂലിയും കുത്തനെ കൂട്ടിയെന്ന് മാത്രമല്ല, സൂയസ് കനാലിലൂടെയുള്ള ട്രാഫിക് പാടെ കുറയ്ക്കുകയും ചെയ്തു. ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഫോറിൻ എക്സ്ചേഞ്ച് വരുമാന മാർഗമായിരുന്നു സൂയസ് കനാലിലെ ടോൾ എന്ന് പറയുന്നത്. 2026 തുടക്കത്തിൽ നേരിയ വരുമാന വർധനവ് കാണിച്ച് റീബൗണ്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും 2 വർഷത്തിനിടെ ഏതാണ്ട് $9 ബില്യൺ നഷ്ടമാണ് ഈജിപ്തിന് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. വരുമാനം നിലയ്ക്കുകയും ഇൻഫ്ലേഷൻ കൂടുകയും ചെയ്യുമ്പോൾ ഈജിപ്റ്റ് ഒരു വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. ഇനി യുദ്ധത്തിന്റെ എപ്പി സെന്ററിന് തൊട്ടടുത്തുള്ള ലെബനന്റെ കാര്യമോ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ഇക്കണോമിക് കൊളാപ്സ് നേരിടുന്ന രാജ്യമാണ് ലെബനൻ എന്ന് പറയുന്നത്. അവിടുത്തെ കറൻസി മൂല്യം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള മിലിറ്ററി ക്ലാഷസ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. താൽക്കാലിക വെടിനിർത്തലുകൾ ഉണ്ടായെങ്കിലും ലെബനന്റെ ഇൻഫ്രാസ്ട്രക്ചറും ടൂറിസവും പൂർണ്ണമായി സ്തംഭിച്ചു. ജോർദൻ, സിറിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളും ഇതേ ഭീഷണിയിലാണ്. അഭയാർത്ഥി പ്രവാഹവും റിസോഴ്സുകളുടെ ദൗർലഭ്യവും ഇവരെ ഏത് നിമിഷവും തകർക്കാം. ഇനി പശ്ചിമേഷ്യയിൽ നിന്ന് ഏറെ അകലെയുള്ള നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ വിദേശ കടം വീട്ടാൻ വഴിയില്ലാതെ IMFന്റെ കടുത്ത കണ്ടീഷൻസിലാണ് ഇവർ ജീവിക്കുന്നത്. ഹോർമുസ് വഴി എണ്ണ വരുന്നത് പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില നിയന്ത്രിക്കാൻ പറ്റാതെയാകുന്നു. പാവപ്പെട്ടവർക്ക് സബ്സിഡി നൽകാൻ പോലും ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ അത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിമാറും. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാകട്ടെ ഫെർട്ടിലൈസർ വിതരണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധിക്കും ക്ഷാമത്തിനുമുള്ള സാധ്യതയാണ് തുറന്നിടുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സൗദി അറേബ്യയും UAEയും വലിയ സാമ്പത്തിക കരുതൽ ശേഖരം ഉള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കുന്നെങ്കിലും എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാൽ അവരുടെ GDP ഗ്രോത്ത് മന്ദഗതിയിലാകും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ആരും തന്നെ കംപ്ലീറ്റ് ആയിട്ട് സേഫ് അല്ല. ഈ വലിയ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന അതിലും വലിയൊരു പാഠമുണ്ട്. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളെ, അതായത് പെട്രോളിയത്തെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. പശ്ചിമേഷ്യയിലെ ഒരു രാഷ്ട്രീയ ചലനം പോലും ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു സാധാരണക്കാരന്റെ അടുക്കളയെ ബാധിക്കുന്നത് നമ്മുടെ എനർജി സെക്യൂരിറ്റി പോളിസിയുടെ പരാജയമാണ്.
ഇനി മുന്നോട്ടുള്ള ഏക സൊല്യൂഷൻ റിന്യൂവബിൾ എനർജിയിലേക്ക്, അതായത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് എത്രയും വേഗം മാറുക എന്നത് മാത്രമാണ്. ചരിത്രം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ യുദ്ധത്തിന്റെ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഭരണാധികാരികൾ മാത്രമല്ല, ചുറ്റുമുള്ള നിരപരാധികളായ മനുഷ്യരും ദുർബലമായ രാജ്യങ്ങളുമാണ്. അമേരിക്കയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന US സിറ്റിസൺഷിപ്പ്, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, ട്രംപ് ഒറ്റയടിക്ക് നിർത്തലാക്കാൻ നോക്കിയാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ ഉറക്കം കെടുത്തിയ ആ നീക്കത്തിനാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് US സുപ്രീം കോടതി ചരിത്രപരമായ ആ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ വിധി? ഇത് അമേരിക്കയിലുള്ള ഇന്ത്യൻ IT പ്രൊഫഷണൽസിനും മറ്റ് പ്രവാസികളെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നോട്ട് പോകണം. ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന്റെ ആദ്യ ദിവസം തന്നെ, അതായത് 2025 ജനുവരി 20 ഒരു വിവാദ ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിക്യൂട്ടീവ് ഓർഡർ 14160. ഈ ഓർഡറിന്റെ ലക്ഷ്യം ലളിതമായിരുന്നു. അമേരിക്കയിൽ അനധികൃതമായിട്ട് താമസിക്കുന്നവരുടെയോ അല്ലെങ്കിൽ ടെമ്പററി വീസകളിൽ കഴിയുന്നവരുടെയോ കുട്ടികൾക്ക് അമേരിക്കൻ മണ്ണിൽ ജനിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്ന പൗരത്വം, സിറ്റിസൺഷിപ്പ് റദ്ദാക്കുക. US ഭരണഘടനയുടെ 14th അമെൻഡ്മെന്റിലെ സബ്ജക്ട് ടു ദി ജൂറിസ്ഡിക്ഷൻ എന്ന വരിയെ ട്രംപ് സ്വന്തം രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. താൽക്കാലികമായിട്ട് നിൽക്കുന്നവർക്ക് രാജ്യത്തോട് പൂർണ്ണമായ കൂറില്ല, അതുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു ട്രംപിന്റെ വാദം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ്. ട്രംപിന്റെ ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വെച്ചത് മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആണെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാകാൻ പോകുന്നത് അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ലീഗൽ ഇന്ത്യൻ ഇമിഗ്രൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും H1B വിസയിലുള്ള IT ജീവനക്കാരും L1 വിസയിലുള്ള പ്രൊഫഷണൽസ്. നമുക്കറിയാം, അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് പതിറ്റാണ്ടുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നവരാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. ഈ ഒരു കാത്തിരിപ്പ് സമയത്ത് അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ മണ്ണിൽ ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് നിലവിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. ട്രംപിന്റെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നിഷേധിക്കപ്പെടുമായിരുന്നു. അവർ സ്വന്തം നാട്ടിൽ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ കഴിയേണ്ടി വന്നേനെ. ഇത് ഇന്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയ മാനസിക വിഷമം ചെറുതല്ല. എന്നാൽ ഇപ്പോഴിതാ ചരിത്ര പ്രസിദ്ധമായ ട്രംപ് വേഴ്സസ് ബാർബറ കേസിൽ US സുപ്രീം കോടതി 6-3 എന്ന ഭൂരിപക്ഷത്തിൽ ട്രംപിന്റെ ഉത്തരവ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമേരിക്കൻ മണ്ണിൽ ആര് ജനിച്ചാലും അവർ ഭരണഘടന പ്രകാരം ഈ രാജ്യത്തെ പൗരന്മാരാണ്. 1898 വിഖ്യാതമായ വോങ് കിം ആർ കേസിന്റെ മാതൃക പിന്തുടർന്നാണ് കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. അന്ന് ചൈനീസ് കുടിയേറ്റക്കാരുടെ മകന് പൗരത്വം നൽകിയ വിധി തന്നെയാണ് കോടതി ഇവിടെയും അടിവരയിട്ടുറപ്പിച്ചത്. ഭരണഘടന ഉണ്ടാക്കിയവർ നൽകിയ ആ വാക്ക് നമ്മൾ ഇന്നും പാലിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് റോബർട്ട്സ് വ്യക്തമാക്കിയത്. ട്രംപ് വിചാരിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാത്രം 150 വർഷത്തിലേറെ പഴക്കമുള്ള ഭരണഘടനാ അവകാശം മാറ്റി എഴുതാൻ കഴിയില്ല എന്ന് കോടതി കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. ഈ വിധി എന്തുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു ആശ്വാസമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് 3 റീസൺസ് ഉണ്ട്. ഒന്നാമതായിട്ട് ലീഗൽ സ്റ്റേറ്റസ് ഉറപ്പായി എന്നുള്ളതാണ്. H1B വിസയിലുള്ള പാരന്റ്സിന് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി യാതൊരു ആശങ്കയും കൂടാതെ US സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഭാവി സുരക്ഷിതമായി. പാരന്റ്സിന്റെ വിസ കാലാവധി കഴിഞ്ഞാലും കുട്ടികൾക്ക് US തുടരാനും പഠിക്കാനുമുള്ള അവകാശം സുരക്ഷിതമാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഗ്രീൻ കാർഡ് ഭാരം കുറഞ്ഞു. അതായത് ഗ്രീൻ കാർഡിനായിട്ടുള്ള ദീർഘകാലത്തെ കാത്തിരിപ്പ് കുട്ടികളുടെ ആ ഒരു സിറ്റിസൺഷിപ്പിനെ ഇനി ഒരു തരത്തിലും ബാധിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ US-ൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ ഇന്ത്യൻ പ്രൊഫഷണൽസിന്റെ ഏറ്റവും വലിയ ടെൻഷനാണ് സുപ്രീം കോടതിയുടെ ഈ ഒരൊറ്റ വിധിയിലൂടെ ഇല്ലാതായത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ ട്രംപ് ഇപ്പോൾ കടുത്ത അമർഷത്തിലാണ്. ഇത് രാജ്യത്തിന് ഒട്ടും നല്ലതല്ല, കോൺഗ്രസ് ഇതിനെതിരെ ഉടൻ നിയമം കൊണ്ടുവരണം എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചത്. എന്നാൽ നിയമവിദഗ്ധർ പറയുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ ട്രംപിന് ഇനി ഇതിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്തായാലും അമേരിക്കൻ മണ്ണിൽ തങ്ങളുടെ കുട്ടികളുടെ ഭാവി ഓർത്ത് ആശങ്ക പ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഇതൊരു വൻ വിജയം തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. തോക്കിൻ മുനയിൽ നിർത്തി വർഷങ്ങളോളം ഭരിച്ച പാക് സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കി ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ അടിമകളല്ല, നിങ്ങളുടെ റേഷൻ തന്നില്ല എങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് അതിർത്തി തുറക്കും. അതെ, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ POKയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഇസ്ലാമാബാദിന്റെയും പാക് മിലിറ്ററിയുടെയും നെഞ്ചിടിപ്പ് ഇരട്ടിക്കുകയാണ്.
പട്ടിണിക്കിട്ട് തോൽപ്പിക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയെ കാണിച്ച് കട്ടയ്ക്ക് മറുപടി നൽകുകയാണ് റവാലക്കോട്ടിലെ ജനങ്ങൾ. ഇത് വെറും ഒരു ഭക്ഷ്യക്ഷാമത്തിനെതിരെയുള്ള സമരമല്ല, മറിച്ച് കാലങ്ങളായിട്ട് പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ വ്യാജ നെറേറ്റീവുകളുടെ പൂർണ്ണമായ തകർച്ചയാണ്. എന്താണ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിയുമെന്ന കടുത്ത വാർണിംഗുമായി POK ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? വിശദമായിട്ട് നോക്കാം. സംഭവം നടക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ടടുത്തുള്ള റവാലക്കോട്ടിലാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സമരം ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റവാലക്കോട്ടിലെ ഈദ്ഗാ മൈതാനത്ത് 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും സമര നേതാവുമായ സർദാർ അമൻ ഖാൻ പറഞ്ഞ വാക്കുകൾ പാക് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. POK പാകിസ്ഥാന്റെ വകയല്ല, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ ഒരു സഹായവും വേണ്ട, മറിച്ച് പാകിസ്ഥാനാണ് ഞങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത്. അക്ഷരാർത്ഥത്തിൽ പാക് ഭരണകൂടത്തിന്റെ കരണ തടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മാസ് ഡയലോഗ്. പാകിസ്ഥാൻ സൈന്യത്തോടും ഭരണാധികാരികളോടും രാജ്യം വിട്ടുപോകാൻ വരെ ജനങ്ങൾ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാക് സർക്കാർ പ്രയോഗിച്ച ഏറ്റവും ക്രൂരമായ ആയുധം എന്താണെന്നറിയാമോ? ഫുഡ് ബ്ലോക്കേഡ്. സമരക്കാരെ പട്ടിണിക്കിട്ട് തോൽപ്പിക്കാനായി ഈ മേഖലയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും ഗോതമ്പും മരുന്നുകളും പാക് അധികാരികൾ ബോധപൂർവം തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഈ കളിക്ക് അതിലും വലിയ പണി കൊണ്ടാണ് സമരക്കാർ ഇപ്പോൾ തിരിച്ചടിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് റേഷൻ തരുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള പഴയ ട്രേഡ് റൂട്ട്സ് ഞങ്ങൾ തുറക്കും. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം തേടേണ്ടി വരും. ആ വഴി തുറന്നാൽ പിന്നെ ഞങ്ങളെ കൂടെ നിർത്താൻ ഇസ്ലാമാബാദ് ഞങ്ങളുടെ കാല് പിടിക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ മിലിറ്ററിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ സമരത്തിന്റെ തുടക്കം വെറും സാമ്പത്തിക ആവശ്യങ്ങളിൽ നിന്നായിരുന്നു. കടുത്ത വിലക്കയറ്റം, വൈദ്യുതി ചാർജ് വർധനവ്, മാഫിയകൾ നടത്തുന്ന ഗോതമ്പ് കടത്ത് എന്നിവയ്ക്കെതിരെയാണ് ജനങ്ങൾ ആദ്യം തെരുവിലിറങ്ങിയത്. ഒപ്പം വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അഭയാർത്ഥികൾക്കായിട്ട് 12 സീറ്റുകൾ മാറ്റിവെക്കുന്നതിനെയും ഇവർ എതിർത്തു. എന്നാൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരം പാക് റേഞ്ചേഴ്സ് എന്ന പാരാമിലിറ്ററി ഫോഴ്സിനെ ഇറക്കി ജനങ്ങളെ മൃഗീയമായിട്ട് അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ഈ പോലീസ് നരനായാട്ടിൽ ഇതുവരെ കുട്ടികളും ഗർഭിണികളും അടക്കം 58-ലധികം പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേരെ കാണാതാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. സമരസംഘടനയായ JAACയെ പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജനങ്ങൾ പിന്മാറിയില്ല. ഇവിടെ പട്ടാള നിയമം നടപ്പില്ല, ഒരു ഡിക്റ്റേറ്ററെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. POKയിൽ നടക്കുന്ന ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയത് POKയിൽ നടക്കുന്നത് കടുത്ത പോലീസ് ക്രൂരതയാണ് എന്നും നിരപരാധികളെ പാക് സൈന്യം കൊന്നൊടുക്കുകയാണ് എന്നുമാണ്. ഇതിന് പാകിസ്ഥാനെ ആഗോള സമൂഹം വിചാരണ ചെയ്യണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ പാകിസ്ഥാൻ വ്യാജ വീഡിയോകളും ഫേക്ക് ന്യൂസുകളും പ്രചരിപ്പിക്കുകയാണ് എന്നും ഇന്ത്യ തുറന്നടിച്ചു. ഒരു വശത്ത് ഇന്ത്യൻ കശ്മീരിൽ വലിയ തോതിലുള്ള വികസനങ്ങളും സമാധാനവും പുരോഗതിയും നടക്കുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീർ ജനത പട്ടിണിയും മിലിറ്ററിയുടെ ക്രൂരതയും മാത്രമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാകിസ്ഥാനല്ല, ഞങ്ങൾക്ക് ഇന്ത്യയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ധൈര്യം കാണിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ US ഡോളറിന്റെ കുത്തക അവസാനിപ്പിക്കാൻ ഇന്ത്യയും ജപ്പാനും പുതിയൊരു സാമ്പത്തിക യുദ്ധത്തിന് തുടക്കമിടുകയാണ്. അതേയെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി സനായ തകാച്ചി തങ്ങളുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനത്തിനായിട്ട് ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഡിഫൻസ് ചർച്ചകൾക്കൊപ്പം ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നിനാണ്: ഇന്ത്യൻ രൂപയും ജാപ്പനീസ് യെന്നും ഉപയോഗിച്ചുള്ള പുതിയ ഡയറക്ട് സെറ്റിൽമെന്റ് സിസ്റ്റം. ആഗോള വിപണിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ഇൻഡോ ജപ്പാൻ മെഗാ ഡീലിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ജപ്പാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സനായ തകാച്ചി നടത്തുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വിദേശ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഡൽഹിയിൽ വെച്ച് നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിൽ 3 കാര്യങ്ങൾക്കാണ് രാജ്യം മുൻഗണന നൽകിയത്: ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഡിഫൻസ് കോഓപ്പറേഷൻ.
ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും ചർച്ചയായെങ്കിലും ഇതിനെയെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന സാമ്പത്തിക കരാറുകൾ. ഇതുവരെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ബിസിനസ് ചെയ്യുമ്പോൾ പേയ്മെന്റ്സ് നടത്തിയിരുന്നത് US ഡോളറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ വിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇരു രാജ്യങ്ങളിലെയും വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ ചരിത്രപരമായ പരിഹാരം കാണുന്നത്. ഇനി മുതൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാരം നേരിട്ട് രൂപയിലും യെന്നിലും സെറ്റിൽ ചെയ്യാൻ ലോക്കൽ കറൻസി ട്രേഡ് മെക്കാനിസം നിലവിൽ വരികയാണ്. ഇത് ഡോളറിനെ ആശ്രയിക്കുന്നത് പൂർണ്ണമായി കുറയ്ക്കും, അതായത് ഡി ഡോളറൈസേഷന് സഹായിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഇനി നേരിട്ട് രൂപയിൽ പണം വാങ്ങാം, തിരിച്ചും അങ്ങനെ തന്നെ. ട്രാൻസാക്ഷൻ ചാർജസ് ലാഭിക്കാമെന്ന് മാത്രമല്ല, ഡോളറിന്റെ ഫ്ലക്ച്വേഷൻസ് പേടിക്കേണ്ട കാര്യവുമില്ല. ഇതിൽ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ കറൻസി സെറ്റിൽമെന്റ് വെറും ഒരു ബാങ്ക് ട്രാൻസ്ഫർ മാത്രമല്ല, ഇതിനായിട്ട് ഒരു അത്യാധുനിക AI പവേർഡ് സിസ്റ്റമാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ രൂപയുടെയും യെന്നിന്റെയും ലൈവ് എക്സ്ചേഞ്ച് റേറ്റ്സ് കൃത്യമായിട്ട് അപഗ്രഥിച്ച് യാതൊരു തടസ്സവുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പണമിടപാടുകൾ നടത്താൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ സഹായിക്കും. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ഇന്ത്യയുടെ UPIയും ജപ്പാന്റെ സാങ്കേതിക മികവും ഒന്നിക്കുമ്പോൾ ഇതൊരു പുതിയ ഡിജിറ്റൽ ഇക്കണോമിക് റെവല്യൂഷൻ ആണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കറൻസി കരാറിന് പുറമെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് 5 ട്രില്യൺ യെന്നിന്റെ ഏതാണ്ട് $35 ബില്യൺ നിക്ഷേപം എത്തിക്കാനും ജപ്പാൻ സമ്മതിച്ചിട്ടുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ടിന്റെ വേഗത കൂട്ടാനും ഈ സന്ദർശനത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഡിഫൻസ് മേഖലയിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങളും അത്യാധുനിക ഡിഫൻസ് ടെക്നോളജികൾ ഇന്ത്യക്ക് കൈമാറുന്ന കാര്യത്തിലും ഇരു നേതാക്കളും അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇത് ചൈനയ്ക്കുള്ള ശക്തമായൊരു ജിയോ പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിന് മേൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് വെക്കുന്ന ഈ പുതിയ ചെക്ക് ഫലം കാണുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഡോളറിനെ മാറ്റി നിർത്തി സ്വന്തം കറൻസിയിലേക്ക് മാറാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ജപ്പാന്റെ ഈ ഒരു പിന്തുണ വലിയൊരു ഊർജം തന്നെയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകി ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില നിയന്ത്രണം വിട്ട് കുതിച്ചുയർന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും? അല്ലെങ്കിൽ തായ്വാനും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോണും കാറുകളും കമ്പ്യൂട്ടറുകളും നിർമ്മിക്കാൻ ആവശ്യമായ ചിപ്പുകൾ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും? ലോകത്തെ ഏത് വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയും ഏത് ഗ്ലോബൽ ഷോക്കുകളും വന്നടിച്ചാലും ഇന്ത്യ സുരക്ഷിതമായിരിക്കാൻ രാജ്യം ഇപ്പോൾ ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. വെറും ക്രൂഡ് ഓയിൽ മാത്രമല്ല, ഭാവി ഭരിക്കാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ വരെ സ്റ്റോക്ക് ചെയ്യാൻ ഇന്ത്യ ഒരുക്കുന്ന ആ ഒരു രഹസ്യ പ്രതിരോധ കോട്ടകളെ കുറിച്ച് വിശദമായിട്ടൊന്നറിയാം. ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാക്കാം. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ രാജ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഭൂമിയുടെ അടിയിൽ വലിയ ഗുഹകൾ ഉണ്ടാക്കി അതിൽ കോടിക്കണക്കിന് ബാരൽ എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന സംവിധാനമാണ് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് SPR. ഇന്ത്യയിൽ നിലവിൽ വിശാഖപട്ടണം, ബംഗളൂരു, പാദൂർ എന്നിവിടങ്ങളിലായിട്ട് ഏതാണ്ട് 5.33 മില്യൺ മെട്രിക് ടൺ എണ്ണ സൂക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. അതായത് ലോകത്തെ എവിടെ യുദ്ധം നടന്ന് എണ്ണ വിതരണം തടസ്സപ്പെട്ടാലും നമ്മുടെ രാജ്യത്തിന് ഒരു 9.5 ദിവസത്തേക്ക് ആവശ്യമായ എണ്ണ ഈ ഭൂഗർഭ അറകളിൽ റെഡിയാണ്. എന്നാൽ ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ 9 ദിവസത്തെ ബാക്കപ്പ് മാത്രം പോരാ എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ രണ്ടാം ഘട്ട വിപുലീകരണത്തിന് ഫേസ് 2 രാജ്യം തുടക്കമിട്ടിരിക്കുന്നത്. ഒഡീഷയിലെ ചണ്ഡീഗഡിലും കർണാടകയിലെ പാദൂരിലും കൂടി പുതിയതായിട്ട് വമ്പൻ സംഭരണശാലകൾ വരികയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ സംഭരണശേഷി 6.5 മില്യൺ മെട്രിക് ടൺ കൂടി വർദ്ധിക്കും. അതായത് വിദേശ വിപണികളിൽ എണ്ണ വില കൂടുമ്പോൾ നമ്മൾ എണ്ണ വാങ്ങില്ല, പകരം വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് ഈ അറകളിൽ ലോക്ക് ചെയ്തു വെക്കും. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA കണക്കുകൾ പ്രകാരം ഓരോ രാജ്യത്തിനും 90 ദിവസത്തെ എണ്ണ ബാക്കപ്പ് വേണം. ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ അതിവേഗം കുതിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ ട്വിസ്റ്റ് ആണ്. 2026 ഡിജിറ്റൽ ലോകം ഭരിക്കുന്നത് AI ചിപ്പുകളും സെമി കണ്ടക്ടറുകളുമാണ്. നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോൺ മുതൽ യുദ്ധവിമാനങ്ങളിൽ വരെ ഉപയോഗിക്കുന്നത് ഈ കുഞ്ഞൻ ചിപ്പുകളാണ്. നിർഭാഗ്യവശാൽ ഈ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്നത് തായ്വാനിലാണ്. നാളെ ചൈന തായ്വാനെ ആക്രമിച്ചാൽ ലോകത്തെ ടെക്നോളജി മേഖല മൊത്തം സ്തംഭിക്കും. ഈ കനത്ത ആഗോള ആഘാതത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ട്രാറ്റജിക് സെമി കണ്ടക്ടർ റിസർവ് ആരംഭിക്കാൻ പോവുകയാണ്. എണ്ണ സൂക്ഷിക്കുന്നത് പോലെ തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അത്യാധുനിക AI ചിപ്പുകളും സെമി കണ്ടക്ടറുകളും ഇന്ത്യ വലിയ തോതിൽ സംഭരിച്ചു വെക്കും. ഇതിലൂടെ ഇന്ത്യയിലെ ഒരു ടെക് കമ്പനിക്കും വാഹന നിർമ്മാതാക്കൾക്കും ഭാവിയിൽ ചിപ്പ് ക്ഷാമം നേരിടേണ്ടി വരില്ല.
ഇന്ത്യയുടെ ഈ ഇരട്ട പ്രതിരോധ തന്ത്രം ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരേപോലെ നൽകുന്ന ഒരു തന്ത്രപ്രധാനമായ മുന്നറിയിപ്പാണ്. എണ്ണയ്ക്കും സാങ്കേതിക വിദ്യയ്ക്കുമായിട്ട് ഇനി ആരുടെയും മുന്നിൽ ഇന്ത്യ കൈനീട്ടില്ല. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാതെ കാക്കാനും രൂപയുടെ മൂല്യം ഇടിയാതെ സംരക്ഷിക്കാനും ഈ വമ്പൻ സംഭരണ ശേഖരം രാജ്യത്തെ സഹായിക്കും. സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രകാരം വരും വർഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ആഗോള സാമ്പത്തിക മന്ദഗതിയെയും അതിജീവിക്കാനായിട്ട് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത് ഈ ലോങ് ടേം പ്ലാനിംഗ് തന്നെയാണ്. ലോകം എങ്ങോട്ട് തിരിഞ്ഞാലും സ്വന്തം ജനങ്ങളുടെ ഊർജ്ജ സാങ്കേതിക സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം ശരിക്കും പ്രശംസനീയമാണ്. യുദ്ധങ്ങൾ വരുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാൻ ഇത്തരം സ്ട്രാറ്റജിക് റിസർവുകൾ നമുക്ക് വലിയൊരു കരുത്തായിട്ട് മാറുമെന്നതിൽ സംശയമില്ല. യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ആഗോളതലത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. എന്നാൽ ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് അതിവേഗം മാറാനും സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തി ആത്മനിർഭരത കൈവരിക്കാനും വരാനിരിക്കുന്ന തലമുറയ്ക്കായിട്ട് കൃത്യമായ ബാക്കപ്പ് പ്ലാനുകൾ തയ്യാറാക്കാനും കാണിക്കുന്ന ആ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ് നമ്മുടെ യഥാർത്ഥ കരുത്ത്. ആഗോള വിപണിയിലെ കരിനിഴലുകൾ മാറി സമാധാനവും സാമ്പത്തിക ഭദ്രതയും ലോകമെമ്പാടും തിരികെ വരുമെന്ന് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.